ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. പുതുക്കാട് പാലിയേക്കര മേൽപ്പാലത്തിനടിയിൽ 70കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. കേസിൽ തമിഴ്നാട് ധർമ്മപുരി സ്വദേശി പ്രഭാകരൻ അറസ്റ്റിലായി. തലവണിക്കരയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പണ്ടാരപ്പറമ്പിൽ ചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. ജൂലൈ 14 രാവിലെ പാലിയേക്കര മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന നിലയിൽ ചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPSന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടിയത്. സംഭവസ്ഥലത്തെത്തിയ പുതുക്കാട് പോലീസ് സീൻ ഗാർഡ് ഏർപ്പെടുത്തി. സയന്റിഫിക് ഓഫീസർ, ഫിംഗർ പ്രിന്റ് വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് എന്നിവരുടെ സഹായത്തോടെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്കേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്ന് പ്രാഥമികമായി സ്ഥിരീകരിച്ചു. വർഷങ്ങളായി കുടുംബത്തിൽ നിന്ന് അകന്ന് പാലിയേക്കര മേൽപ്പാലത്തിനടിയിലായിരുന്നു ചന്ദ്രന്റെ താമസം. ആക്രി ശേഖരിച്ച് വിറ്റാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പ്രതിയായ പ്രഭാകരനും ആക്രി ശേഖരിച്ച് ഉപജീവനം നടത്തിയിരുന്നയാളാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇരുവരും ഒരുമിച്ചാണ് രാത്രിയിൽ താമസിച്ചിരുന്നത്. ജൂലൈ 13 ആക്രി വിറ്റ് ലഭിച്ച പണം ഉപയോഗിച്ച് സമീപത്തെ കള്ളുഷാപ്പിലും തുടർന്ന് ബീവറേജിൽ നിന്ന് വാങ്ങിയ മദ്യവും ചേർന്ന് ഇരുവരും മദ്യപിച്ചിരുന്നു. ഇതിനിടെ ഉണ്ടായ തർക്കത്തിനിടെ ചന്ദ്രൻ പ്രതിയുടെ അമ്മയെ അസഭ്യം പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കരിങ്കല്ലും കോൺക്രീറ്റ് കഷ്ണങ്ങളും ഉപയോഗിച്ച് തലയിൽ ആക്രമിച്ചാണ് കൊലപാതകം നടത്തിയതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അന്വേഷണത്തിനിടെ ചന്ദ്രനൊപ്പം ഉണ്ടായിരുന്ന കാലിൽ മുട്ടിന് താഴെ മുറിവ് കെട്ടിയിരുന്ന ഒരാളെ പിന്നീട് കാണാനില്ലെന്ന വിവരം പോലീസിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടനെല്ലൂർ ഭാഗത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ ഒളിച്ചിരുന്ന പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. തമിഴ്നാട് ധർമ്മപുരി ജില്ലയിലെ പെന്നഗരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊലപാതക ശ്രമ കേസിലും മാരകായുധം ഉപയോഗിച്ച് ആക്രമിച്ച കേസിലും പ്രഭാകരൻ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ SHO ആദംഖാന്റെ നേതൃത്വത്തിൽ SIമാരായ ഋഷി പ്രസാദ്, പാട്രിക് എന്നിവരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് കേസ് അന്വേഷിച്ചത്. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ, കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, 3 പീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. എന്തോ എന്റെ കണ്ണന് വെച്ച ഉടയാട കിട്ടോ? പിന്നല്ലാതെ എല്ലാ വിഗ്രഹങ്ങൾക്കുള്ള ഉടയാടകളുണ്ട്. ഓരോ ദൈവിക രൂപത്തിനും, ക്ഷേത്ര വിഗ്രഹങ്ങൾക്കാകട്ടെ പൂജാമുറികളിലുള്ള വിഗ്രഹങ്ങൾക്കായാലും ഭക്തി സൗന്ദര്യം നൽകുന്ന നിരവധിയായിട്ടുള്ള ഉടയാടകളും ആഭരണങ്ങളും ഇവിടെയുണ്ട്. ഓരോ വീടിന് അനുയോജ്യമായിട്ടുള്ള പൂജാമുറികളും വിഗ്രഹങ്ങളും ആത്മീയ സ്പർശം നൽകുന്ന മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റങ്ങളും ഇവിടെ ലഭ്യമാണ്. നമ്മുടെ പാരമ്പര്യമുയർത്തുന്ന മനോഹരമായ ട്രഡീഷണൽ വസ്ത്രശേഖരത്തിന്റെ ഉറവിടം കൂടിയാണ് മഹാദേവ ക്രിയേഷൻസ്. Always one step ahead in quality and trust. Mahadeva Creations, opposite Vennikal Shiva Temple, Kodugulam.